നബിവാക്യം. ഒരു സത്യവിശ്വാസിയായ ഒരു മുസ്ലിം വല്ല വൃക്ഷത്തൈയോ സസ്യമോ നടുകയും പിന്നീട് അതിൽ നിന്ന് ആരെങ്കിലും ഭക്ഷിച്ചു എന്നിരിക്കട്ടെ, അതവന് ഒരു ദാനധർമ്മമായിട്ട് പരിഗണിക്കപ്പെടും. അതിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കപ്പെട്ടു എന്നിരിക്കട്ടെ, അതും ദാനധർമ്മമായിട്ടാണ് കണക്കാക്കപ്പെടുക. ഇനി അതിൽ നിന്ന് വല്ല മൃഗങ്ങളോ പക്ഷികളോ ഭക്ഷിച്ചാലും അതൊക്കെ അവന് ദാനധർമ്മങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് നൽകപ്പെടുക. അപ്പം അതിൽ നിന്ന് ആരെങ്കിലും എടുത്തു മോഷ്ടിച്ചു, അല്ലെങ്കിൽ വല്ല വിളവിൽ എന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ അതൊക്കെ തന്നെ അവന് സദക്കയായിട്ട് അഥവാ ദാനധർമ്മമായിട്ട് പരിഗണിക്കപ്പെടുകയും അതിനുള്ള പ്രതിഫലം ദൈവം തമ്പുരാൻ നൽകുകയും ചെയ്യും എന്നാണ് ഈ നബിവാക്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ കരുതുന്നത് പോലെ പക്ഷികൾ മൃഗങ്ങളൊക്കെ വന്ന് അവർ ഭക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുകയാണെങ്കിൽ അത് തനിക്ക് വലിയ ഒരു നഷ്ടമായി പോയല്ലോ എന്ന് കരുതി ഖേദിക്കേണ്ടതില്ല. മറിച്ച് അതൊക്കെ അവൻ്റെ കണക്കിൽ അത് ദാനധർമ്മമായിട്ട് രേഖപ്പെടുത്തപ്പെടുകയും അതിനുള്ള പ്രതിഫലം ദൈവം നൽകുകയും ചെയ്യും എന്നാണ് ഈ നബിവാക്യം നമ്മെ പഠിപ്പിക്കുന്നത്.